friends, welcome back to my channel. I am here with a very important update, especially those planning to work as a nurse in Ireland. ഈയിടെയായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ് ഇന്ത്യൻ നഴ്സുമാരെ ഇനി അയർലൻഡിൽ ആവശ്യമില്ലേ, എന്താണ് വേക്കൻസീസ് വരാത്തത്, DLൻ്റെ കാലാവധി തീരാറായി, ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഡിസിഷൻ ലെറ്റർ ഒന്നുകൂടെ പുതുക്കാൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, വേറെ കൺട്രീസ് ട്രൈ ചെയ്യണോ, എന്താണ് അവിടുത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻസ്, ഇനി വേക്കൻസീസ് വരുമോ, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ അയർലൻഡിലെ നഴ്സസ് റിക്രൂട്ട്മെൻറ്റിൽ വലിയൊരു പ്രതിസന്ധിയാണ് നടക്കുന്നത്. തൊഴിൽ സാധ്യത കുറയുന്നു, ഒപ്പം ഇൻ്റർവ്യൂവും ഓഫർ ലെറ്ററൊക്കെ വരാൻ താമസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഒന്നാമതായി HSCയുടെ ബഡ്ജറ്റ് പ്രശ്നം, അടുത്തത് സ്കിൽഡ് നഴ്സസിനെ കിട്ടാത്തത്, ഹോസ്പിറ്റലിലെ അണ്ടർ സ്റ്റാഫിംഗ്. ഇതുമൂലം ഓവർസീസ് നഴ്സസിന് ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പലരും ഉണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് ഏജൻസിക്കൊക്കെ പണം കെട്ടിവെച്ചിട്ടും ഓഫർ ലെറ്ററോ ഇൻ്റർവ്യൂസോ വരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഞാൻ കാണുന്ന വേക്കൻസീസൊക്കെ മാക്സിമം ഞാൻ വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. ഇനിയും അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പലർക്കും അതിലൂടെ ജോലി കിട്ടുന്നുണ്ട് എന്നറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വാട്ട് ക്യാൻ യു ഡു ഇൻ ദിസ് സിറ്റുവേഷൻസ്? ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതാണോ വലിയ കാര്യമായിട്ട് പറയുന്നത്, ഇത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്ന്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളിത് മറന്നു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആദ്യം അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയൊക്കെ ആയിട്ട് ഒരു ക്ലോസ് കോൺടാക്റ്റ് വേണം. അതായത് നിങ്ങൾ വരുന്ന വേക്കൻസീസിനൊക്കെ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് റിപ്ലൈ തരുന്ന ഏജൻസീസിനൊക്കെ നിങ്ങൾ വീണ്ടും മെയിൽ അയയ്ക്കുക. നിങ്ങൾ അവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഇനിയും പുതിയ വേക്കൻസീസ് വരുന്നുണ്ടോ, വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിലിലൂടെ ഒന്ന് ഇൻഫോം ചെയ്യാവോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ക്ലോസ് കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു പക്ഷേ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയായിരിക്കും, പക്ഷേ മടിയൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആവശ്യം നമ്മുടെയാണ്. നേരത്തെ സിറ്റുവേഷനിൽ വേണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് കൺട്രിയും കൂടെ നിങ്ങളുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ UK വേക്കൻസീസ് കുറവാണ്, അയർലൻഡിലായാലും വേക്കൻസീസ് കുറവാണ്, ജർമ്മനിയിലും ഒക്കെ വേക്കൻസീസ് കുറവാണെന്നൊക്കെ കേട്ടു. ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് കൺട്രി നിങ്ങളുടെ ഓപ്ഷനിലുള്ളത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ വേക്കൻസീസ് കാണുന്നതാണ്. OET IELTS ഒക്കെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങളിപ്പം OET എഴുതുന്നതിനോട് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഒരു 2 ഇയർ ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാദ്യം പ്രിഫറൻസ് കൊടുത്ത് അത് ചെയ്തതിന് ശേഷം പിന്നീട് അയർലൻഡിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഡിസിഷൻ. ഇത് സ്ഥിരമായ ഒരു പ്രശ്നമല്ല, പക്ഷേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് പോലത്തെ സാഹചര്യം എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് ഇവിടുത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ചോദിച്ചുകൊണ്ട്. നിങ്ങളെപ്പോഴും ഫ്രീക്വൻ്റ്ലി ജോബ് സൈറ്റ്സുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, jobs.i, ഐറിഷ് ജോബ്സ്, ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഇങ്ങനെയുള്ള സൈറ്റ്സുകൾ സെർച്ച് ചെയ്യുക. ഈവൻ KCRൻ്റെയും CPLൻ്റെയും വേക്കൻസീസ് അടക്കം ഈ സൈറ്റ്സുകളിൽ വരാറുണ്ട്. ഇൻ്റർവ്യൂസ് വരുന്നില്ല എന്ന് കരുതി ഡിപ്രസ്ഡ് ആകാതെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ ഇൻ്റർവ്യൂ വന്നാലും റെഡി ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട്. റീസെൻ്റ്ലി ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കോക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ നെർവസ് ആയതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത്. സോ ഇതൊന്നും ഒരു റീസൺ അല്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇൻ്റർവ്യൂ കിട്ടാത്ത സാഹചര്യത്തിൽ ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ അത് കളയുന്നത് എന്ന് പറയുന്നത് അത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി HSC ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2 years ബിഫോർ. സോ ആ ഒരു വീഡിയോ റെഫർ ചെയ്ത് ഇപ്പോഴും കുട്ടികൾ വരുന്നുണ്ട്. ഈവൻ റീസെൻ്റ്ലി വന്ന ബാച്ചിൽ എൻ്റെ സെയിം വാർഡിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർ ആ വീഡിയോ റെഫർ ചെയ്ത് വന്നവരുണ്ട്. അവർ തന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. HSCയിലേക്ക് ട്രൈ ചെയ്യുന്നവർ ഇതും കൂടെ റെഫർ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ബി റെഡി ഫോർ ആൻ ഇൻ്റർവ്യൂ ഓൾവേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നഴ്സിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.